നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി. ഏറ്റവും വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലമാണ് മണലൂർ നിയോജകമണ്ഡലം. ബി.ജെ.പി. A+ മണ്ഡലമായിട്ട് കണക്കാക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഒരു വിജയത്തിലേക്ക് എത്തുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കെ അനീഷ് കുമാർ നിലവിലെ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, അദ്ദേഹം ആയിരിക്കാനാണ് ഇവിടെ സാധ്യത, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ഈ ഒരു സമയത്ത് ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഇവിടുത്തെ പാവർട്ടി മണലൂർ നിയോജക മണ്ഡലത്തിലെ പാവർട്ടി സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ വിശ്വൻജി നമ്മോടൊപ്പം ചേരുകയാണ്. വിശ്വയുടെ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ കേരളത്തിൽ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് മണലൂർ നിയമസഭാ മണ്ഡലം. നമ്മൾക്കറിയാം, സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് ഏകദേശം 61,000 വോട്ടുകൾ നേടി 8,000-ന് മുകളിൽ വോട്ടുകളുടെ ലീഡ് നേടിയ ഒരു മണ്ഡലം കൂടിയാണ്. ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇത്തവണത്തെ പ്രതീക്ഷകൾ എന്ന് പറയുന്ന സമയത്ത് വിജയത്തിൽ കുറവൊന്നും ഭാരതീയ ജനതാ പാർട്ടി അതേപോലെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യവും ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സുരേഷ് ഗോപിക്ക് 62,000-ഓളം വോട്ടുകൾ കിട്ടിയ മണലൂർ നിയോജക മണ്ഡലത്തിൽ പാർട്ടി സജ്ജമാവുകയും അതേപോലെ തന്നെ NDA സഖ്യം സജ്ജമാവുകയും കഴിഞ്ഞിരിക്കും. സംഘടനാ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് കൃത്യമായി 10,000-ൽ കൂടുതൽ വോട്ടുകൾ ചേർക്കുന്ന ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇവിടുത്തെ കഴിഞ്ഞ തവണ 2021-ൽ 35,000 വോട്ടിൽ അധികം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 10,000-ന് മുകളിൽ വോട്ടുകൾ പാർട്ടിക്ക് ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അത് മുഖാന്തരമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ മണലൂർ നിയോജക മണ്ഡലത്തിൽ 62,000-ഓളം വോട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടി വീണ്ടും 10,000 വോട്ട് സംഘടനാ തലത്തിൽ നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ ബൂത്ത് തലത്തിൽ അതായത് 235 ബൂത്തുകളാണ് ഇപ്പോൾ മണലൂർ നിയോജക മണ്ഡലത്തിൽ വരുന്നത്. ആ ബൂത്തുകളെല്ലാം സജീവമായി ഏറെക്കുറെ 200 ബൂത്തുകളോളം അതിശക്തമായി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജയത്തിൽ കുറവൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പാർട്ടി അല്ലെങ്കിൽ NDA കൃത്യമായി ആരെ നിർത്തിയാൽ പോലും ഇവിടെ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജനങ്ങളുടെ മനസ്സ് ഇടത് വലതിനെതിരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ നിലവിലെ MLA കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. ഒരു വികസന മുരടിപ്പ് മാത്രം ഉണ്ടാക്കുന്ന ഒരു MLA ആണ്. കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മുൻകാലങ്ങളിൽ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. ആ തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ബദലായ ഒരു സംവിധാനം വേണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നത് പാവർട്ടിയിലാണ്. പാവർട്ടി പഞ്ചായത്ത് ഒരു പ്രപ്പോസൽ വെച്ച് ആ പ്രപ്പോസലിനെ 15 ലക്ഷം രൂപ ആദ്യം പാസ്സാക്കുകയും അത് വേറെ വകമാറ്റി വേറൊരു പ്രപ്പോസലിൽ വെച്ച് അതും പാസ്സാക്കി കൊടുത്ത് അത് ലാപ്സ് ചെയ്ത് കളയുന്ന തരത്തിലാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഇടതായാലും വലതായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വികസനത്തിൽ ഊന്നി നിൽക്കണം എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ മാറ്റം നേടുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയും NDA സഖ്യവും സജ്ജമാണെന്നാണ് ഈ അവസരം പറയാനുള്ളത്. വിജയത്തിൽ കുറവൊന്നും മണലൂർ നിയോജക മണ്ഡലത്തിൽ പാർട്ടിയോ NDA സഖ്യയോ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അവസരം പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ 2011-ലെ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,500 വോട്ടുകളാണ് ഈ ഒരു മണ്ഡലത്തിൽ നേടിയത്. 2016 ആയ സമയത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ഇത്രയൊരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിട്ടുള്ളൊരു മണ്ഡലം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം 27,000 വോട്ടുകളാണ് 2016 ആയ സമയത്ത് ബി.ജെ.പിക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചത്. 27,000 എന്ന് പറയുമ്പോൾ 2016-ലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 37,000 സംതിങ് വോട്ടുകൾ ബി.ജെ.പിക്ക് കരസ്ഥമാക്കാനായിട്ട് അന്ന് A.N. രാധാകൃഷ്ണനായിരുന്നു അന്ന് ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി. ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു യുവരക്തമാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് വലിയ ഒരു പങ്കാളിത്തം വഹിച്ച അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ബി.ജെ.പിയുടെ ഒരു സമ്മന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള കെ അനീഷ് കുമാർ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകാനാണ് ഏറ്റവും സാധ്യത. മറ്റാരുടെ പേരുകൾ തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് വർഷങ്ങളോളം CPM-ന്റെ പ്രവർത്തനത്തിലും അതോടൊപ്പം കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലും നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ അവിടെ സ്ഥാനാർത്ഥികളാകുമ്പോൾ ഒരു പുതുമുഖത്തെ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും? പാർട്ടിയെ സംബന്ധിച്ച് വികസിത കേരളം എന്ന ചിന്തയോട് കൂടിയാണ് പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ആര് നിൽക്കുന്നു അല്ലെങ്കിൽ ആര് ജയിക്കുന്നു എന്നുള്ളതല്ല. ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA സഖ്യത്തിനെ സംബന്ധിച്ച് വികസനത്തിൽ ഊന്നിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും ശരി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വികസിത കേരളം. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് വികസിത മണലൂർ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം മുന്നോട്ട് പോകും. ആര് നിൽക്കുന്നു എന്നുള്ളതല്ല, പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ കാര്യപരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതെന്താ വികസനത്തിൽ ഊന്നിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജയിക്കാൻ എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതായത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2016 2021 നമ്മൾ നോക്കുന്ന സമയത്ത് ക്രമാനുഗതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാലയളവിലൊന്നും പാർട്ടി ജയിക്കും ഇല്ല എന്നുള്ളൊരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് 2024 നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് അത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം ചെറുതല്ല. ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സ്വാഭാവികമായി ജനങ്ങൾക്ക് ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നയങ്ങൾ എന്ന് പറയുന്നത് ഒരു തരത്തിലും വികസനത്തിന് വിരോധമില്ല. അതായത് എന്ത് തരത്തിലുള്ള വികസനങ്ങൾ ജനങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കുറവില്ല. ഏത് ആരെവിടെ തീരുമാനിക്കുന്നു, പാർട്ടി തീരുമാനിക്കുന്നു, NDA സഖ്യം തീരുമാനിക്കുന്നു, ആ ആൾക്ക് ഇവിടെ ജയിച്ച് കയറാനുള്ള സാഹചര്യം സംഘടനാ തലത്തിൽ NDA സഖ്യം കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഈ ഏകദേശം ക്രൈസ്തവ വിഭാഗത്തിന് 20% വോട്ടുകളുള്ള ഒരു നിയോജക മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ലയിൽ നോക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് വോട്ടുകൾ കുറവുള്ള ഏകദേശം ഒരു 10% താഴെ മാത്രം വോട്ടുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഇവിടുത്തെ ഈഴവ സമൂഹത്തിന്റെ വോട്ടുകളാണ് ഏറ്റവും കൂടുതലായിട്ട്, ഏകദേശം ഒരു 60% മുകളിൽ ഈഴവ വോട്ടുകളാണ്. അപ്പോൾ ഇത് 60%, 33% ഈഴവ വോട്ടുകളുള്ള ഒരു മണ്ഡലം. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് KK അനീഷ് കുമാർ ഒരു ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളൊരു ആൾ കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം BJPക്ക് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ജാതി മതത്തിനപ്പുറം ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടുകളുണ്ട്. അത് പ്രത്യേകിച്ച് മണലൂരിലുള്ള വോട്ടർമാർ പ്രബുദ്ധരാണ്. അവരെ സംബന്ധിച്ച് ഇവിടെ വികസന കാഴ്ചപ്പാടിനെ അനുസരിച്ച് മാറാൻ തയ്യാറാണ്. ഈ മണലൂർ നിയോജകമണ്ഡലത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിൽ മാറി മറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അതായത് ഒരു പാർട്ടി സ്ഥിരമായി ജയിപ്പിക്കുന്ന ഒരു സംവിധാനമൊന്നുമില്ല. എന്നെങ്കിലും ഒരു കോൺഗ്രസിന് കുറച്ചു കാലം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെ മാറ്റം വരുത്താൻ ഈ മണ്ഡലത്തിന് സാധിച്ചിട്ടുണ്ട്. ജാതിയോ മതമോ അതിൻ്റെ അപ്പുറത്ത് വിട്ടിട്ട് വികസന കാഴ്ചപ്പാടോടുകൂടി ഈ കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർന്നുകൊണ്ടിരിക്കും അത് ആളുകൾക്ക് വേഗതയോടുകൂടി ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പാർട്ടിയും ജനാധിപത്യ സഖ്യവും നമ്മൾ വിചാരിക്കുന്നത്. അതായത് ഇത് വേഗത എന്ന് പറയുന്ന സമയത്ത് മനുഷ്യർക്ക് ആവശ്യമുള്ള കൃത്യമായ റോഡിന്റെ ഗതാഗതം പോലും ഇതിന് മുമ്പുണ്ടാകുന്ന MLAക്ക് ഒരുക്കാൻ സാധിച്ചിട്ടില്ല. ഈ സമയം നമ്മൾ നോക്കുന്ന സമയത്ത് റോഡുകളെല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നു. പക്ഷെ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ മണലൂർ നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അവരനുഭവിച്ചതാണ്. ആ അനുഭവത്തിൽ നിന്ന് മാറണം. ഇപ്പൊ കേച്ചിയുടെ ഒരു വികസനം, ഈ മണ്ഡലത്തിൽ പെടുന്ന ഒരു കേച്ചിയുടെ വികസനം എന്ന് പറയുന്നത് വെറും കടലാസിലാണ്. ഇപ്പൊ ആ റോഡ് ഒരു കുപ്പിക്കഴുത്ത് പോലെ ടാർ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. പക്ഷെ വീതി കൂട്ടുക എന്നുള്ളത് കൃത്യമായി എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ ഈ ചുവപ്പ് നാടകളും വികസനത്തിനെതിരായ കാഴ്ചപ്പാടുകളും മാറേണ്ടതുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ഭരണത്തിൽ വരണം, NDA സഖ്യം ഭരണത്തിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്, 100% പ്രതീക്ഷയിലാണ്. ഓക്കെ, വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് നമ്മോട് പ്രതീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്ന നിയോജക മണ്ഡലമാണ് ഈ മണലൂർ നിയോജക മണ്ഡലം. അപ്പോൾ വലിയ പ്രവർത്തനങ്ങളും വലിയ പ്രചരണ കാര്യങ്ങളെല്ലാം BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകളുമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നു. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.